ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഷെമി ഡയറ്റിലാണ് ഗൈസ്. അപ്പം ആ ഒരു മാസമായിട്ടുള്ള ഡയറ്റിൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ഡയറ്റിന്റെ വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ നമ്മളെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ബ്രോ ഒന്നുകൂടി ആ ഡയറ്റിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയി, ഒന്നുകൂടി ഡയറ്റിന്റെ വീഡിയോ കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്. യെസ് ഗൈസ്, നമുക്ക് എന്താക്കാം, ഇന്ന് ഷെമിന്റെ റിസൾട്ട് പ്ലസ് ഡയറ്റ്, അതായത് ഇന്നത്തെ ഒരു ഡേ ഷെമിന്റെ ഒരു ഡേ, അതിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടി ഗൈസ് ഞാൻ എന്താക്കുന്ന ബ്രഷ് പോലും ചെയ്യാതെ എണീച്ച് ഞാൻ ഇൻട്രോ എടുത്തതാണ്. അപ്പൊ ഏതായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകല്ലേ. യെസ് ഗൈസ്, വാ ഐഷു മാറ് മാറ് മാറ്. ഹലോ, അസ്സലാമു അലൈക്കും മാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഞാൻ ഡയറ്റിനുള്ള വെള്ളം ഇതാക്കാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉലുവ ഒന്ന് വറുത്തിട്ടോ, വെള്ളം ഒഴിച്ചു ചെയ്താ വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു രാവിലെ തന്നെ കുടിക്കുകയാണ്. ഇതൊന്ന് നല്ലോണം തളിച്ചാറിയിട്ട് നമുക്കിത് കുടിക്കട്ടോ. അപ്പോഴേക്ക് ഞാനൊന്ന് ഒന്ന് ബ്രഷ് ചെയ്യട്ടെ ഗൈസ് കേട്ടോ. അപ്പൊ ഗൈസ് പല്ലൊക്കെ തേച്ച് ഞാൻ ഇതാക്കണ വന്ന് എന്റെ റെഡി ആയോ ഷെമി? വെള്ളം ചൂടുണ്ട്. വെള്ളം ചൂടുള്ള വെള്ളം ഒന്നെടുത്ത് അത് മെല്ലെ അടുപ്പിലേക്ക് പാർന്ന് അതിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം കേട്ടോ ഇതാ കുടിക്കുന്നേ. ഓക്കെ, അപ്പൊ ഷെമിന്റെ രാവിലെ തന്നെ ഷെമി കഴിക്കുന്ന വെള്ളം, ഹെൽത്തി ഡ്രിങ്ക്. ഇതോണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാല് തടി പെട്ടെന്ന് കുറയാനൊക്കെ സഹായിക്കും തോന്നില്ല ഉലുവ വെള്ളം. അങ്ങനെയുണ്ടോ? ഈ ഉലുവ കഷായം ഇതല്ലേ, ഉലുവ ജ്യൂസ് അടിച്ചാലും ഇങ്ങനെ കുടിച്ചാലൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര കയ്പല്ലേ, ഇഷ്ടമാണല്ലോ ഇങ്ങനെ ആക്കിയ വെള്ളം. ഇവിടെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് ടേസ്റ്റ് നോക്കിയൂടെ? കുഴപ്പമുണ്ടോ? നല്ലൊരു ടേസ്റ്റാ. ചൂടുണ്ടോ? വെള്ളം ചൂടുണ്ട്. അത് മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പൊ രാവിലത്തെ ഇതിട്ടോ ഞാൻ അശ്വിന് കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിക്കണ്. ഞാൻ പിള്ളേരോളം ചൂടുവെള്ളത്തിലാ കുളിപ്പിക്കല് തണുക്കല് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഡയറ്റ് എല്ലാവർക്കും ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാട്ടോ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു പിള്ളേരോട് ഞാൻ പറഞ്ഞു കുടിക്കട്ടെ. ആയിഷോന് ഇന്ന് ഈ ഉടുപ്പാണോ അല്ലെ രണ്ടി? എന്റെ അമ്മോ, ഇത് ശാലുമോളെ കല്യാണത്തിനേക്ക് ചെയ്തതായിട്ടോ. അങ്ങോട്ട് വാ. ഇന്നലെ ഇട്ട ഈ ടൈപ്പ് ആണല്ലോ. രാത്രി ഇങ്ങനത്തെ ഇടല്. ഇന്നലെ ഉച്ചക്ക് ഏതായിട്ട്? ഇന്നലെ ഉച്ചക്ക് വേറെ. അപ്പൊ ഇതാണ് ഇന്ന് ഇടേണ്ടി അല്ലെ. വേറെ ഡ്രസ്സ് നമുക്ക് ബാഗിൽ വെച്ച് കൊടുക്കാം, കാരണം ചൂടെടുക്കൂലേ കുറച്ച് കഴിയുമ്പോക്ക്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ കിടുന്നതാണ്. കുറച്ച് ലേറ്റ് ആയിരുന്നു വരാന്, അപ്പൊ അങ്ങനെ ഇതാക്കിയിട്ടതാണ്. മുൻകൂർ അങ്ങനെ തന്നെ പറ്റാണ്ടയക്കുന്നു, കാരണം കുറച്ച് തടിയൊക്കെ വന്നല്ലോ ആയിഷു. അപ്പൊ സിബൊക്കെ അന്ന് തന്നെ ഓള് പൊട്ടിച്ചിട്ടോ, വേഗം പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട്. അപ്പൊ അതാ ഞാനിത് സിബൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇസ്തിരി ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാൻ ഷെമി. അയൺ ചെയ്ത് ഞാന് മുസല്ലൊക്കെ ഉണ്ട് ഗൈസ്. ഇന്നലെ ഞാൻ എന്ത് ചെയ്ത് അറിയോ? ഇത് പിന്നെ അയൺ ചെയ്യാൻ പോയിട്ട് ഇത് അയൺ ചെയ്തപ്പോ ഇങ്ങോട്ടൊക്കെ കത്തിപ്പോയി ഗൈസ് അല്ലേ. ആകെ 2 ടൈൽ അങ്ങനെ എന്തായാലും ഇട്ടില്ലു ഷെമേ? 2 ടൈലൊക്കെ ഇട്ടില്ലു അല്ല, പിന്നെ എത്ര 4-5 ടൈലൊക്കെ ഇട്ടിക്കണോ? അല്ലെങ്കിലേ ഉള്ളു കിട്ടിയാ. പിന്നെ ഇനിയൊന്നും മിണ്ടാണ്ട് പോടാ അങ്ങോട്ട്. ഇത്രയൊന്നും ഇല്ല. അതാ ദീൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അതല്ല ദീൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഷെമിനെ കാണാൻ പറ്റും ഗൈസ്. ഇതാ കണ്ടോളി, അതാ എന്റെ മോനെ, ഞാൻ ഇന്നലെ ഒരു പണി എടുത്താ ഗൈസ്. ഇത് ഇനി നമ്മൾ പോവാ മേമടുത്ത് പോവാ. ദേവലോട് പറയാണ്ട് ഇത് പറ്റൂല, തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. വേറെ ഡ്രസ് ഇട്ട് കൊടുക്കാം കൈ ബാഗില്. ബാഗ് എടുത്തോ? ബാഗ് എവിടെ? ഫുഡ് എടുക്കുക. ഐശ്വര്യ ചോറാണ് ഗൈസ്. ഇപ്പൊ മിസ്സിനോട് ചോറ് വാങ്ങി തിന്നാള്. എന്നിട്ട് ഞാൻ വിചാരിച്ചു സ്നാക്സ് ഒഴിവാക്കിയിട്ട് ചോറ് കൊടുത്തേക്കാന്ന്. ചോറും ഷെഫിനെ പോലെ തന്നെ ചോറ് ഉപ്പേരി കേട്ടോ ഇഷ്ടം. ഒക്കെ കഴിക്കാനട്ടോ ആയിഷ. ആയിഷ എല്ലാം കഴിക്കാനട്ടോ.
ഓക്കെ അപ്പൊ ഗൈസ് ഇനി ആയുഷുവിനെ ഞാൻ ക്ലാസ്സിലാക്കട്ടെ, ആക്കി വന്നിട്ട് കാണും കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ട് ആയുഷുവിനെ വിട്ടിക്കണ്. ഷെഫിന്റെ ഫുഡ് അല്ല ആയുഷുവിനെ പറഞ്ഞയച്ചിങ്ങാണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായി. ഞാൻ വാങ്ങാൻ വേണ്ടി പോയിക്കണ്. ഞാനിതാക്കണ വെള്ളപ്പവും ഗ്രീൻ പീസും ആണ് ഉണ്ടാക്കിയത്. പിന്നെ ഷെഫിക്ക് ഗ്രീൻ പീസ് വലിയ ഇഷ്ടമല്ലായിട്ട് ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. ഞങ്ങൾ വേറെ സംഭവം കാണിച്ചു തരാം. ഇന്നലെ ഞാൻ കുറച്ച് കാരൊക്കെ അച്ചാറിട്ടീന് കേട്ടോ. അച്ചാറിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഈ സംഭവം ഒഴിക്കണം, സുർക്ക ഒഴിക്കാണ്ട്. ഇത് കാരക്കൻ്റെ അച്ചാറാണ്. ആ അവിടെ ഇറങ്ങില്ല ആശു. ഷെഫി വന്നു തോന്നുന്നു. ഇതിന്റെ റെസിപ്പി ഇത് എനിക്ക് നല്ലോണം തെറ്റിപ്പോണ്ട് എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റിയൊരു സംഭവം. ഞാൻ ഇന്നലെ കുറച്ച് കാരക്കച്ചാർ ഇട്ടീനോ കാണിച്ചു കൊടുത്തത്. എന്ത് പൊളി തന്നെയാണ്. ആയുഷുവിനെ ഞാൻ ക്ലാസ്സിലാക്കാൻ പോയല്ലോ. അപ്പൊ ആയുഷു കാറിലായതുകൊണ്ട് എന്നോട് പറയാ ഡാഡാ കുറച്ചുകൂടി പോവാ അവർക്ക് ഇറങ്ങാനുള്ളൊരു ടൈം. കാറിൽ കയറി വണ്ടിയിൽ എവിടെ കയറിയാലും അവളെ ആസ്വദിക്കല്ലേ, അവളെ പോയിട്ട് മതിയാവൂല. എവിടെ പോവാനൊക്കെ റെഡിയാ വണ്ടി കയറിയാല്. ഇന്നോട്ടോക്ക് നമ്മള് ഷെമിന്റെ വെയിറ്റ് കൂടി നോക്കണം. വെയിറ്റ് മെഷീൻ കേടന്നെടുക്കാട്ടോ. അതാണ് കറക്റ്റ് പറയാൻ അറിയാത്ത. പിന്നെ ഡയറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ 86 200 അങ്ങനെ 200 പിന്നെ കൂട്ടാണ്ട ഡ്രസ്സിന്റെ അയക്കല്ല 200 കൂട്ടണോ? ഒരു വീഡിയോ ഉണ്ടായില്ലോ, അന്ന് പോയപ്പോ 84 അതിനുണ്ട്. ഇന്ന് എത്രയാണ് നമ്മൾ 84 സംതിങ് 84-500 അങ്ങനെ ഉണ്ടായി. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ബീഫ് വാങ്ങാൻ പോയി നോക്ക്, 500 പൈസ കൊടുക്കണോ? അതാണ് പറഞ്ഞത്. സാധനം ഇവിടെ വെക്കട്ടെ. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളാക്കണ ഷെമിന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കമോൺ നിനക്ക് പറ്റും ഷെമി. 81 82 90 86 200 82. ഒന്നുകൂടി കയറി ഇറങ്ങ്. വൺ മോർ ഒന്നുകൂടി കയറി ഇറങ്ങ്. കയറി 82 900. അതായത് 86 ഉള്ളത് എത്ര കിലോ പറഞ്ഞേ? 4 കിലോ അല്ലേ? 86 ഉള്ളത് 4 കിലോ അല്ല 3-3.5 കിലോ പറഞ്ഞു അല്ലേ? ഒരു മാസം കൊണ്ട് 30 days ചലഞ്ച് ഏറ്റിരിക്കുന്നു. അധികം സന്തോഷം വന്നാൽ ഞാൻ ഇങ്ങനെ ലീയായ 3 കിലോ എന്തായാലും കുറഞ്ഞു ഷെമി. 3 കിലോ കുറഞ്ഞു ഒരു മാസം കൊണ്ട്. അങ്ങനെ 2 മാസം കൊണ്ട് 6 കിലോ കുറയും. പൊളി തന്നെ. പറ്റില്ലാണ്ടായി പോലെ. ഞാനൊരു 70 നിർത്തൂ. 70 മതി. എന്തൊക്കെയാണോ ചിന്താഗതികള്. പിന്നെ ഷെമി ഫോളോ ചെയ്യുന്ന ഗ്രീൻ ഫിറ്റ്നസിന്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അതുപോലെ നമ്പറും പിന്നെ ഇൻസ്റ്റന്റ് ഐഡിയ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഴിച്ചോട്ടെ അല്ലേ? ഓക്കെ ഇപ്പൊ നമ്മള് ഏതായാലും ഫുഡ് കഴിക്കല്ലോ. എന്നാല് ഇനി നമ്മളെ ഫുഡ് വേണ്ട, വേറെ നിറഞ്ഞു ഹാപ്പി മൊമെന്റ്. പിന്നെ നമ്മളെ വെയിറ്റ് മെഷീൻ നന്നാക്കും എന്നും തൂക്കാൻ. ഇനി നമ്മള് നേരത്തെ ഡയറ്റില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളത് കാണിക്കല്ലേ? പൊളി. അങ്ങനെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഷെമിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കുന്ന വെള്ളപ്പാണ്. വെള്ളപ്പം, ഇഡ്ഡലി, പിന്നെന്താ അങ്ങനെ എന്തെങ്കിലും പറ്റും, ഇടിയപ്പം ഒക്കെ പറ്റും, ചപ്പാത്തി മതി. വെള്ളപ്പാക്കാന്ന് ഇനി എത്ര എടുത്ത്? ഒന്നെടുത്ത് ഒന്നോട് തിന്നൂടെ? 2 എടുക്കാല്ലോ. 2 പറഞ്ഞ്. പിന്നെ ഒരു കപ്പ് കറി, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്. ഞാൻ മാങ്ങ അന്നെടുത്തത്. പിന്നെ മധുരമില്ലാത്ത ചായ. അങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾ മനസ്സിലാവും. ഞാനത് കഴിക്കട്ടോ. എനിക്ക് ഗ്രീൻ പീസ് വലിയ ലേക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മീൻകറിയിലേക്ക് മാറി. ഞാൻ മീൻകറിയാണ് ഫുള്ള് മീൻ എല്ലാ സമയത്തും കൊടുത്താൽ. ഈ വെള്ളപ്പം ഉണ്ടാക്കണത് കാണിച്ചോ? ഇല്ല. എന്താ വെള്ളപ്പൊക്കെ ഉണ്ടാക്കണ വന്ന് കാണിക്കാനോ? എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ അങ്ങനെ ആയോ? ബിസ്മി ചെള്ളിക്കട്ടോ. വെള്ളപ്പത്തിന്റെ പുളിയാ അതിന്റെ വൈബ്. ഇപ്പൊ 2 വെള്ളപ്പൊക്കെ തിന്നപ്പോൾ എന്റെ പള്ളം നിറയുന്നുണ്ട് കേട്ടോ. പള്ളാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ ഇനി ഞങ്ങൾക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യാണ്ട്. അതിന്റെ അടുത്ത് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. ഉച്ചക്കേക്ക് ഇതാ ഷെഫി ചിക്കൻ ആട്ടോ കൊണ്ടുവന്നത്. ഇത് നമുക്ക് കറി വെച്ചല്ലേ കൂട്ടാൻ പറ്റും. എന്നെ കൊണ്ട് എല്ലാരും ഇവിടെ കറി വെച്ച് കൂട്ടിയാ മതി. അല്ല എനിക്ക് പക്ഷേങ്കിലും മറ്റേ പറ്റുമല്ലോ. ഏത് പൊരിച്ചതും പറ്റുമല്ലോ. അതാ പറഞ്ഞ ഞാൻ എനിക്ക് പറ്റണത് തന്നാ മതി. എല്ലാരും ഷെഫിന്റെ കൂടെ വർക്കൗട്ട് ചെയ്താണ്. ഇപ്പൊ നല്ല മെലിഞ്ഞാളുണ്ട്. എനിക്ക് അതാ അസൂയ. ക്ലീൻ ചെയ്യട്ടെ. ഷെഫിൻ കൊണ്ട് ഇന്ന് കൊറേ പണി എടുപ്പിക്കാണ്ട്. എന്ത് പണി? ഇന്ന് തൊടിക്കല്ല എന്റെ വക.
എന്റെ ക്ലീനിങ് വാച്ചൊക്കെ ഇവിടെ അല്ലേ എന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ അറിയുണ്ടാകുക. ഞാൻ പിന്നെ ഇതൊന്നും അനക്കൂല, ബെഡ്ഷീറ്റ് ഒന്നും ഞാൻ അനക്കൂല. ഞാൻ എന്താക്കും ഇതും എല്ലാം എടുത്തും കൂടെ വെക്കും. ഇതൊക്കെ ഒക്കെ താഴോട്ട് കിടക്കട്ടെ. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കലേ ഉള്ളൂ. ഓള് ഇതാക്കി ഞാൻ ഇതൊക്കെ എടുത്ത് ഞാൻ തട്ടി പിടിച്ച് കുടിച്ചാകെ നാശാക്കി കച്ചറാക്കും. ഞാൻ ആകെ ആക്കതാ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ടേക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി കുറേ എടുക്കും. ഇനി ഓള് വന്ന ഓളെ വക ചിലപ്പോൾ ഒന്ന് നന്നാക്കാൻ മതി. ഞാൻ പിന്നെ ഒന്ന് കൂടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. മതി, സെറ്റാ. എന്നിട്ട് എന്താക്കുക, ഒന്നുമില്ല, ഒരു മോഡലായിട്ട് ഇതാ എൻ്റെ സെക്കൻഡ് കൊണ്ട് കഴിയും. ഇനിയിപ്പോൾ പൊത്തും അടുക്കുകയാണെങ്കിൽ അല്ല കംഫർട്ടറും അടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കും. എന്നിട്ട് അയ്യവാ ഇത് ഇങ്ങോട്ട് എത്തില്ലല്ലോ. ഓ റെഡിയാ. ഇങ്ങോട്ട് നോക്ക്. വലിയ 7 സ്റ്റാർ ഹോട്ടലൊക്കെ അല്ലേ ഷെമിയെ? 7 സ്റ്റാർ ഹോട്ടലില്ല അത്ര ഫെസിലിറ്റീസ്, അത്ര അടിപൊളിയാക്കിക്കുക ഞാൻ. ഇതിൻ്റെ കീറിയ ഷർട്ട് പിന്നെ ഞാൻ കാണിക്കാം. എൻ്റെ അളിയാ. പിന്നെ നിസ്കാര കുപ്പായ. ഓക്കെ ഷെമി എൻ്റെ കഴിഞ്ഞോ? എൻ്റെ റൂമൊക്കെ ഇങ്ങോട്ട് സെക്കൻഡോടെ ഞാൻ ക്ലീൻ ചെയ്ത്. അത് റെഡിയാ, സംഭവം സെറ്റാ. ഇനി വന്ന് നോക്കിയിട്ട് വന്നേതാ എൻ്റെ ഓക്കെ. എൻ്റെ കഴിഞ്ഞില്ല, എൻ്റെ കഴിഞ്ഞു സെക്കൻഡ് കൊണ്ട്. ഇനിയും എൻ്റെ തന്നെ ഒയിപ്പം പരിപാടിയാണോ? വേഗം നോക്ക്. വർക്കൗട്ടിന് കയറണ്ട എനിക്ക്. ഇവിടെ വയ്യേക്ക് ഇങ്ങനെ നടക്കണം. വർക്കൗട്ടിന് കയറി എന്ന് പറഞ്ഞു സ്പീഡാക്കി കേട്ടോ. വർക്കൗട്ട് കേക്കുമ്പേ പിന്നെ അല്ലാണ്ട് കേക്കുമ്പോ അല്ല അവിടെ ചിക്കൻ കഴിക്കണ ചിക്കൻ കഴിക്കണതിലൊക്കെ എത്തിയിട്ട് വെള്ളം പോയിക്കോട്ടെ. എല്ലാം ഫാസ്റ്റ് ആണ് ഷെമിയെ, എല്ലാം ഫാസ്റ്റ് ആണ്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഫാസ്റ്റ് ആയി വേണം. വൃത്തിയാണ്. ഞാൻ വന്നോക്കട്ടെ. ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഇനി ഇത് എന്റെ മോളെ ഇനി ചോദിക്കൂ, അത് ആദ്യത്തെ വീട് തന്നെയാണോ പുതിയ വീടായി പോയോ? റൂമൊക്കെ മാറിപ്പോയോ? അങ്ങനൊക്കെ ഇനി ചോദിക്കൂ. വാ വന്ന് നോക്കുവാണെങ്കിൽ മകളേ വാ മകനേ വാ മകനേ. ഇതൊക്കെ നീല കിട്ടക്കട്ടെ. പക്ഷേ തോക്ക് എന്നാലും എന്നും നന്നാക്കണേക്കാണ് നന്നായിക്കിന്. ഇത്രയും നന്നായില്ല. വലിയ മുതലാളി വരുമ്പോലെ വന്നത് അതെന്തായി നോക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഇതില്ല, നമ്മളെ മിററൊക്കെ ഒന്ന് തൊടിക്കണം, ജനലൊക്കെ തട്ടണം, എന്തൊക്കെയോ പണി ഉണ്ടെന്ന്. അല്ല ടൈം ആയിക്കിന്, വർക്കൗട്ടിന് ടൈം വേഗം പോയി കേറി. രാവിലെ തന്നെ ഷെഫി ഒരു മാല ഇങ്ങോട്ട് എടുത്തിടിച്ച് ഇങ്ങോട്ട് പറയും ബ്ലോഗ് എടുത്തൂടെ. മാലന്റെ പിന്നെയും പറയാണ് മാല മൈക്കാണ്. കുറെ ആൾക്കാർ വേണ്ടി മാല ഒഴിവാക്കണം. ആരാധകര് പറഞ്ഞിക്കണേ കേൾക്കണല്ലോ. ഇവിടെ ക്ലിപ്പ് ഇട്ട് വെച്ചാ പോലെ അങ്ങനെ വേണം. അങ്ങനെ ചെയ്യട്ടോ. പിന്നെ അതാവുമ്പോ നല്ല സുഖം എടുത്തിട്ടാ മതിയല്ലോ. ക്ലിപ്പ് ആകുമ്പോ എടുത്ത് കുടുക്കി മറ്റേതാക്കി അങ്ങനെ കളിക്കണ്ട അത് വിചാരിച്ചിട്ടാണ്. ഒന്നാമത് ഇതാണ് ഇഷ്ടം, അതുകൂടിയാണ്. പിന്നെ ഇപ്പൊ നമ്മള് വീഡിയോ ഇങ്ങനെ എന്നും വീഡിയോ ഇടുന്നതിനെ കൊണ്ട് വീട്ടിലെ പണികളൊന്നും അങ്ങനെ നമ്മള് ചെയ്യുന്നില്ല. പുറത്തൊക്കെ നല്ല വൃത്തിയേടായി കിടക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ബംഗാളിനെ വിളിച്ചിട്ട് നമുക്കൊരു പണി. എനിക്ക് മനസ്സിലായില്ല. ബംഗാളിനെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബംഗാളി പോയിട്ട് വേറൊരു ബംഗാളിനെ വിളിച്ച് കൊണ്ടുവരാം. ഓക്കെ സ്പീഡാക്കുന്നാല് വർക്കൗട്ടിന് കയറിക്കുന്നാല് ടൈം ആയില്ലേ? തൊടിക്കാനൊക്കെ ഉണ്ട്, അടിച്ചു വരാൻ. അത് ഇത് കഴിഞ്ഞിട്ടാക്കാം. പിന്നെ ഇനി ഒറ്റ വർക്കൗട്ട് ചെയ്യേണ്ടി വരൂല്ലേ? എന്തായി മോളൂസേ? കോച്ച് പോയി. ശരിക്കും കോച്ച്. എന്റെ മോളിയാ മസില് കേറി പോയിക്കാടോക്ക. ഏടോക്കല്ല മസിലുള്ളടത്തൂടിയാ. ഏടോക്കെ കേറി. ഇത് ശരിക്കും കോച്ചിയാ. കാര്യം പറയാ. എന്താ ചെയ്യണ്ടേ? വെള്ളം പൊട്ടിച്ചാലേ. ഞാൻ എപ്പോഴൊക്കെ തടിച്ചു പോയത്. ആകെ റെഡി ആവും. ഒരു മാസമായിട്ടല്ലേ ഉള്ളൂ.
പിന്നല്ലേ വേറൊരു കോമഡി കേൾക്കണം. ഒരു ഫ്രണ്ടേ ഓളൊരു ഫ്രണ്ട് 100 കിലോ ആയ പോലെ വെയിറ്റ് ജിമ്മ കൊണ്ട് പോലും ചോദിച്ചാണോ അലീന എന്തിനെ 100 ആകോളം വെച്ചിട്ടുണ്ട് പാവണ്ടല്ലേ കോച്ചി അങ്ങനെ അത് റെഡിയാവും. ഇന്ന് ലെഗ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള കളിയാണ് ഗുസ്. അതാണ് സംഭവം. എണീക്കുന്നാലേ ഞാൻ നീച്ചോളാം. പിടിക്കണോ? ഒരാളെ കൂടി ആക്കേണ്ടി വരും എനിക്ക് തോന്നുന്നുണ്ട് ഇതിനൊക്കെ. ഓ തലപ്പ തട്ടിയില്ലേ സെറ്റ്. ഞാൻ ഇവിടുന്ന് ചൂടെടുത്തേ ഇവള് വർക്കൗട്ട് ചെയ്തതിന്റെ. ഇനി ഏട്ടാ പോണേ? കണ്ണാടി നോക്കാണ്. അതുകൊണ്ട് വേഗം കണ്ണാടിയിൽ നോക്കുക, ലിപ്സ്റ്റിക് ഇടുക. ഇതാണ് ഓളെ പരിപാടി. അല്ലാണ്ട് ഓള് ലുക്ക് വർക്കൗട്ട് ചെയ്തതിന്റെ ക്ഷീണമൊന്നല്ല. ഏത് കോച്ചി എന്താ പറയാ ഇറക്കില് വീണ് കിടന്നാലും അന്ന് മതി കണ്ണാടി പോയി ലിപ്സ്റ്റിക്. ഇതാണ് എന്താന്നറിയോ കണ്ണാടി എന്തൊക്കെ ഇങ്ങനെ നടുക്ക് തന്നെ കൂടി കയ്യിൽ ചിലപ്പോ എന്തോ ഉണ്ടാവും. അതൊക്കെ പണി നടന്നിരുന്നാൽ കണ്ണിങ്ങനെ പോവും. ഇവരങ്ങനാ കണ്ട് പകർന്നേക്കും. എനിക്ക് വെറുതെ കളിക്കേണ്ട ചുമ ഉള്ളതാ. ഫുഡ് വേണ്ടേ? എത്ര നേരം ഞങ്ങൾ ഇങ്ങനെ ഒത്തിരിക്കുന്നു. ഇനി ഞാൻ കുളിക്കണം തൊടിക്കണം എന്നിട്ടൊക്കെ ഫുഡ് തരും ടൈമായിട്ട്. അവരെല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാം പറയുന്നത് പോലെ, മാഡം പറയുന്നത് പോലെ സ്വാഭാവികം. ഇവിടെ ബേക്കിൽ ഇവിടെ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് നിങ്ങൾ വിചാരിക്കും രാത്രി അയക്കുന്നതെന്ന്. രാത്രി ഒന്നും ആയില്ല. ബേക്കത്തെ മതിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ. മതില് അതുകൊണ്ടാണ് ഇവിടെ രാത്രി പോലെ തോന്നുന്നത്. ഇന്നലെ അമ്മനോട് പറഞ്ഞിരിക്കണ് ഇനി ഇതിന്റെ അകത്ത് കിടക്കുക ഇതിനകത്തൊക്കെ പോവുകയും വേണ്ട. എടക്കോ മതിലിടിഞ്ഞു പോയിക്കണേ. ആ ഇനി കേട്ടില്ലേ മറ്റേ ഇവിടെ നമ്മളെ ഇവിടെ ഉള്ള ചെക്കന് ഇതിന്റെ അടിയിലായി പോയി അർജുന് മണ്ണിന്റെ അടിയിൽ. ന്യൂസൊക്കെ കണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞ ന്യൂസൊക്കെ കേട്ട് വേർപ്പൊക്കെ ഒന്ന് ഒഴുങ്ങി കുറെ വെള്ളം നല്ല വെള്ളം കുടിക്കണ്ട. ഒരു 3 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കേണ്ട ദിവസം. പിന്നെ ഞാൻ എന്തായാലും ഒന്ന് പാവം ഓനെ കിട്ടട്ടല്ലേ. കാരണം അത്രയും മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കല്ലേ. എന്തോ ആകുക ചിന്തിച്ചിട്ട് പാവം. പിന്നെ ഫസ്റ്റത്തെ 2 ദിവസമൊക്കെ വെറും ഒയിപ്പി കളിച്ചാണല്ലോ ആടാ. ഒരു മനുഷ്യൻ മണ്ണിന്റെ അടിയിലായിട്ട് എടുക്കാനുള്ള. അപ്പൊ അത്രേ ഉള്ളൂ ഓലെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പറയാ അത് പറയാൻ ഇഷ്ടമല്ലായിട്ടല്ല സങ്കടമായിട്ടാട്ടോ പറയാന്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്നും ഒരേ പണി അടിച്ചാ തൊടിക്കുക. ഒരു മാറ്റല്ലാത്ത ലൈഫാ പെണ്ണുങ്ങളുടെ. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ അല്ല കേട്ടോ. ആണുങ്ങൾക്ക് ഒരു ദിവസം ഒരു സ്ഥലത്ത് പോകണ്ടെങ്കിൽ പക്ഷെ പറയാം പണി എല്ലായിടത്തും സെയിം തന്നെ. ക്ഷമയായി സ്ഥലം മാറുന്നേ ഉള്ളൂ. എന്നിട്ട് സ്ഥലവും മാറൂല, പണിയും സെയിം. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഏതായാലും ഞാനൊന്ന് അടിച്ചു വരട്ടെ. എന്നിട്ടൊന്ന് തൊടിക്കാനുണ്ട്. തൊടിക്കുന്ന സാധനല്ലേ ഈ സ്കൈ വാഷ് എന്ന് പറഞ്ഞ സാധാ വെള്ളത്തിലാട്ടോ എല്ലാവരും ഒറ്റിക്കല്. ഞാനിത് ഇവിടേക്ക് നേരിട്ടാട്ടോ ഒറ്റിച്ച് തൊടിക്കാട്ടോ. 2 പ്രാവശ്യം തൊടിക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു പാതയൊക്കെ അങ്ങ് പോകും. വലിയ പാതയൊന്നും ഉണ്ടാവില്ല, നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് തൊടിച്ച് കഴിഞ്ഞ് ഇനി കുളിക്കണം, നിസ്കരിക്കണം, ഫുഡ് കഴിക്കണം, ഷെഫിക്ക് ഫുഡ് കൊടുക്കണം. അപ്പം ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ അച്ചാർ റെഡിയാക്കിനല്ലോ. അതൊന്ന് ഞാൻ പാത്രത്തിലേക്ക് ആക്കട്ടെ എന്ന് വിചാരിച്ച്. അത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് കൈമലാക്ക്. ഷെമി കുളിച്ചിട്ടോ? ഞാൻ കുളിച്ചില്ല. അറിയാലോ ഞാൻ ഇത് പാത്രത്തിൽ എടുക്കണേ. കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുബാസിന് കൊടുക്കുകയും വേണം. ഇത് 2 ദിവസം കഴിയാണ് ഇതൊന്ന് ടേസ്റ്റ് ആവാൻ. വെളുത്തുള്ളി ഇട്ടീനോ? എനിക്ക് കിട്ടിയ വെളുത്തുള്ളിയാ, കാരക്കല്ല. ഇഞ്ചി ഇട്ടിക്കണോ ഇതില്? കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചപ്പു ഇട്ട് ഞാൻ ബിരിയാണി ആയിട്ട് വെച്ചൂടെ? കാരക്ക ബിരിയാണിയോ? ഇഞ്ചി അച്ചാറല്ലേ എന്ന് എങ്ങനെ പറഞ്ഞാലോ റെഡി ആവും. റെഡി ആവട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ. ഇനി നമുക്ക് ഫുഡ് കഴിക്കല്ലേ? എന്നാല് അതൊന്ന് പാത്രത്തിലാക്കി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുടിക്കല്ലേ. ഷെമിത് അത് ഇങ്ങനെ ഒരക്ക ഇനി നമ്മക്കും കുറച്ച് കൊടുക്കാം. ഒന്ന് ബാസിനും ഒന്ന് നമ്മക്കും ഒന്ന് നമ്മക്കും. റെഡി ആയോ? മൂടി സോപ്പിട്ടാണ്ടേ മുടി ഓ റെഡിയാ? നോക്കട്ടെ.
നോക്കട്ടെ തൊടിച്ചതാട്ടോന് എന്താണ്. താങ്ക് യു. പോയി ഗുയിസ്, കറണ്ട് പോയി ആശു പറയും പോലെ കറണ്ട് പോയി. അപ്പൊ ഇനി നമ്മളെ ഉച്ചക്കുള്ള ലഞ്ച് എന്താന്ന് കാണിക്കട്ടോ. ഷെമിന്റെ ലഞ്ച് എന്താന്ന് കാണിക്കാം. ഇത് സാമ്പാറല്ല, ചിക്കൻ കറിയാ. ചിക്കൻ കറി ഇതെല്ലാ വീഡിയോയിലും ഉണ്ടാവും. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതല്ല, വേറെ സിനിമ ഉണ്ട് മമ്മൂട്ടിന്റെ ഈ പല്ലൊക്കെ ഫ്രണ്ടോടെ തള്ളിയിട്ടുള്ള ഒരു ഫിലിമിൽ. മൃഗയല്ല, വേറൊന്നുണ്ട്. അതന്നെ മൃഗയില് മറ്റേ പുല്ലിനെ പിടിക്കണൊക്കെ അല്ലേ. കറണ്ട് വന്നല്ലോ ബസ്. യാ എന്നാ അപ്പൊ ഉച്ചക്കത്തെ ലഞ്ചിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൈ ഒന്ന് കൈകട്ടെ. അങ്ങോട്ട് മാറ്റട്ടെ, ഇങ്ങോട്ട് മാറ്റട്ടെ. ബാ കാണിക്കും മുബാസെ കാണിച്ചോളി. എനിക്ക് നല്ല ഡയറ്റ് ഒന്നുമില്ല. ഞാൻ കാര്യമായിട്ട് ഷുഗർ കട്ട് ചെയ്യുക അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ ഡയറ്റ് ഇല്ല കേട്ടോ. ഞാൻ സാധാ ഡയറ്റ് അല്ലെങ്കിൽ ആണെങ്കിലൊക്കെ ഞാനിങ്ങനെ കപ്പരി കഴിക്കുക, കുറേ കഴിക്കും, കുറച്ചൊക്കെ കഴിക്കും. ഇതാ ഒരു കപ്പ് ചോറാട്ടോ ഞാൻ എടുത്തത്. അതിന് കുറച്ച് ക്യാരറ്റ് ഉപ്പേരി, പിന്നെ കോഴിമുട്ടന്റെ വൈറ്റ്, 2 കോഴിമുട്ടന്റെ വൈറ്റ്, ഒരു കപ്പ് അല്ല അരക്കപ്പ് ഉപ്പേരി. ഓക്കെ. പിന്നെ സാലഡ്, 1 കപ്പ് സാലഡ്. പിന്നെ കറി ഏത് ആക്കാന്നുള്ളതിൽ ഞാൻ കുറച്ച് ചിക്കൻ കറി എടുക്കാൻ വിചാരിച്ച്. ചിക്കൻ കറി ക്ഷമിക്കുള്ളത്. എനിക്ക് വേണ്ടത് അങ്ങനല്ലേ അറിയണോ? ചോർമല്ലാടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനത് ഉപയോഗിക്കട്ടെ, അതുപോലെ അങ്ങ് നിക്കട്ടെ. അതല്ല നല്ല. പിന്നെ ഇതാക്കണ നമ്മുടെ സാധാ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിന്റെ ചോറ കഴിക്കല് കുറച്ചുകൂടെ കന്നിന്റെ നെല്ലുത്തൈരി ചോറ്. മതി മതിയാക്കി അത്ര മതി മോളൂസേ. പിന്നെ അതാക്കണ മീൻ പൊരിച്ചത് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങള് വേജാറാണ്ട. പിന്നെന്താ ഇതിന്റെ കറി വേറെന്താ ഉള്ളത്? ചിക്കൻ കറി എനിക്കുള്ള മീൻ പൊരിച്ചോ. അച്ചാറ് കുറച്ച് തരാം. അച്ചാറ് കിട്ടോ? അച്ചാറ് നാരങ്ങച്ചാറ് തീർന്ന ക്ഷമി? ഇല്ല, നാരങ്ങച്ചാറും ഉണ്ട്. പക്ഷെ എനിക്കത് പറഞ്ഞില്ല കേട്ടോ. എനിക്കില്ല, എന്റെ ഇട്ടില്ല. നോക്കി എനിക്കാണ് അത് പറഞ്ഞത്, നാരങ്ങച്ചാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ കഴിക്കുകയാണ്, നല്ല ചോറും കറിയും ഒക്കെ. ഈ ഡയറ്റ് ഫോളോ ചെയ്തോളാൻ വേണ്ടിട്ടോ. പിന്നെ ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓരോ ദിവസം ഓരോ ടൈപ്പ് ഡയറ്റ് ഉണ്ടാല്. ഇന്നത്തെ ഡയറ്റ് ഇതാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാനതിൽ കൂടി ഞാൻ കുറച്ചുകൂടി ഡയറ്റ് ഉണ്ടാക്കും, എൻ്റെതായിട്ടുള്ള രീതിയിലാക്കും. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ അരി ആവുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ പറ്റും, പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവും സുഖമായിട്ട്. അരിക്ക് അങ്ങനത്തെ സംഭവം ഒന്നും വേണ്ട, ഒക്കെ സെറ്റാ. എന്നാ ഇരിക്കല്ലേ ജിമ്മി, കഴിക്കല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും ഷെമിയും ഇതാക്കണ കഴിക്കാൻ വേണ്ടി ഇരുന്നേക്കണ്. ഇനി ഫുഡ് കഴിക്കുമ്പോ സംസാരിക്കരുത് എന്നാണല്ലോ അല്ലേ? അപ്പൊ ഏതായാലും ഇനി നമ്മളെ പരിപാടി എന്താ? ഇനി എനിക്ക് കുറച്ച് കെടുക്കണ്ടേ? രാവിലെ ഓട് കുറച്ച് കെടുക്കട്ടെ, പിന്നെ എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് നിസ്കരിക്കുകയോ ചെയ്യാന്. അപ്പൊ ഏതായാലും ഇനി നമുക്ക് ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതാക്കണ ഷെമി ഉറങ്ങിയൊക്കെ എണീച്ച്. ഷെമിക്ക് ഇന്ന് കുറച്ച് ക്ഷീണുണ്ട്. ഓൾറെഡി ഞാൻ രാവിലെ കുറച്ച് ക്ഷീണുണ്ട് അല്ലേ ഷെമിയെ? റെഡി ആയോ? അങ്ങനൊന്നുമില്ല, മാറിയെന്ന് പറഞ്ഞാൽ അടുത്ത പണി തരും. ഷെഫി ഉറങ്ങിയില്ലാന്ന് വെറുതെ പറയാ. ഉറങ്ങിക്കണ് കൂർക്കമ്പലി ഞാൻ കേട്ടിക്കണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നുണ്ട്. ഞാൻ കൂർക്കം വലിക്കുന്നതാണ് ഈ പറയുന്നത്. എന്താ ഞാൻ റെക്കോർഡ് ചെയ്ത് ആരാ കൂർക്കം വലിക്കുന്നത്? ഞാനും വലിക്കണ്ടാവും. ഞാൻ വലിക്കില്ല, നീ വലിക്കണ്ട. റെക്കോർഡ് ചെയ്യാലോ. ഞാൻ വലിക്കണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ. ഷെമി വലിക്കണ്ടെങ്കിൽ ആ സത്യമായി ഞാൻ അറിയൂല കേട്ടോ. അല്ല, കൂർക്കം വലി എനിക്കില്ല, അത് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷെമിക്കുണ്ട് എന്നാണ് എന്റെ
ഉറപ്പും. സത്യോ ഞാൻ ശരിക്കും പറയാ എനിക്ക് സത്യത്തില് അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ കേൾക്കണത്. മുബാസൊക്കെ വലിക്കും, മുബാസൊക്കെ കിട്ടില്ല. എന്തായാലും വേഗം വലി ഉണ്ടാവുന്നുണ്ട്. ശ്വാസം മുട്ടോ അങ്ങനെന്താ അതൊക്കെ അറിയൂലോ എന്താ സംഭവം. ഓരോരുത്തരത് ഓരോരോ സൗണ്ടാ. ചിലത് അന്റെ എങ്ങനെ അറിയോ പൂത്ത കൊച്ചുണ്ടാക്കല് അതോണാ ഷെമിന്റെ. അപ്പൊ ഇന്ന് ഞാൻ എന്തൊക്കെ ഓർക്കതൊക്കെ കണ്ടിക്കണ് കണ്ണേരപ്പോ. പിടിക്കട്ടെ ഫോൺ സൗണ്ട് കേക്കണേ പേടിപ്പിക്കോളാം കൊണ്ട് ഓടുക. പിടിക്കട്ടെ അതല്ല ഓളെ ഒന്നും ഉടുത്തിട്ടും ഇല്ല, അതാണ് സംഭവം. ശേഷം ഞാൻ പിന്നെ പോയി കൂട്ടിയൊക്കെ വന്നത് ഉച്ചക്ക്. ഷെമി ഉറങ്ങിയതിന് ശേഷം എന്നിട്ട് എന്റെ കുറുക്ക വലി കേക്കണേ. എന്നാവാ വലി കേട്ട പിന്നെ ഉണ്ടല്ലോ, വലി കേട്ടാ ഞാൻ എണീച്ചത് പിന്നെ പോടി പറയ്. പിന്നെ ഡയറ്റ് ചെയ്ത് കാണാൻ നമുക്ക് ബോഡിക്കൊക്കെ നല്ല ഉന്മേഷമായി കിട്ടും. നമുക്ക് എന്നൊരു ചടുപ്പൊക്കെ ഉണ്ടാകുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. എന്നാലും മൈൻഡ് നല്ലൊരു സുഖം, നമുക്ക് ഇവിടെ പോവാനും പിന്നെന്താ വീട്ടിലെ പണികളൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളൊരു, അല്ലാണ്ട് ഇങ്ങനെ തൂങ്ങിത്തന്നെയല്ലോ. ഒന്നും കൂടെ എളുക്കും, ഒന്ന് ഉണരൂ. എന്നാ വാ ചായ കുടിക്കുക വാ. ആ എന്താ പിടിക്കട്ടെ ഡാഡ പിടിക്കട്ടെ. അപ്പൊ ഇവരിങ്ങ് ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണ ഈ സംഭവം കേട്ടോ. ഇത് സംഭവം എന്താന്ന് എനിക്കും അറിയില്ല. ഇനി അത് വാങ്ങിയതിന് ശേഷമാണ് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായത്. ഇതൊരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് പാലൊഴിച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് പകരം ഇത് കുടിച്ചാലും മതി. 2 ഇതെന്താ സംഭവം, നെറ്റ്സ് ഒക്കെ അല്ലേ, നെറ്റ്സും ഓട്സും ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു സംഭവം, ഒരു മിശ്രിതമാണ് ഇത്. അതാണ് സംഭവം. ഗ്രാനോല എന്തോ ആന്ന് വിചാരിക്കേണ്ടത്. ഇതിലേക്ക് നമ്മളിതാ പാല് 5 ടേബിൾ സ്പൂണിലേക്ക് കുറച്ച് പാലും പറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഒരു ഗ്ലാസ് ചായ അടിക്കുമ്പോൾ കഴിച്ചോ പോന്നോട്ടെ. വാ ഇത് ഇതാക്കുന്ന ഇങ്ങനെ ഇളക്കി നല്ലോണം അങ്ങോട്ട് സേവിക്കന്നെ. അപ്പൊ എല്ലാ ക്ഷീണം മാറും. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാ. ടേസ്റ്റിയാ? നമ്മൾ രാവിലത്തെ സ്മൂത്തി ഇല്ലേ, അതിന്റെ ഒക്കെ ടേസ്റ്റ്. സ്മൂത്തിന്റെ ഒക്കെ മധുരം ഇല്ല, എന്നാലും നമുക്ക് ഈ മുന്തിരി ഒക്കെ ഉണ്ടല്ലോ, ഇതില് നട്ട്സ് ഒക്കെ, അതിന്റെ മധുരം കൊണ്ട് വേണോ? കുറച്ച് ചൂട് വേണോ കേട്ടോ, മമ്മക്ക് പോലെ അല്ലല്ലോ അശ്വിനും. ഏതായാലും ഞാൻ അശ്വിന് കൊടുക്കേണ്ടി വരും. ഞങ്ങളിതൊന്ന് കുടിക്കട്ടെ. ഓക്കെ. പിന്നെ ഗൈസ് ഇനി നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമല്ലോ, ഇനിയിപ്പോൾ നൈറ്റ് കൂടി കാണിക്കാനല്ലോ ചെമ്മേ. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറെ ദിവസം നൈറ്റ് ഫുൾ വ്ലോഗ് നമുക്ക് ചെയ്യാം അല്ലേ, ഈവനിങ് ടു നൈറ്റ് ചെയ്യാം. അല്ലാതെ നമുക്കിപ്പം ഇത് അപ്ലോഡിങ് നടക്കൂല. പിന്നെ ഇനി അങ്ങോട്ട് ഇനി കുറച്ച് ഇനി രാത്രിയത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിന്നർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രിൽ ചിക്കന്, അത് പിന്നെ കുറച്ച് സാലഡ്, പിന്നെ വൈറ്റ് എഗ്ഗിന്റെ വൈറ്റ് ഇന്നുണ്ട്. ഇന്ന് എഗ്ഗിന്റെ വൈറ്റ് ഉണ്ടോ? അതൊക്കെ വെച്ചിട്ടുള്ളതാണ് നൈറ്റത്തെ ഫുഡ്. അത് 7 മണി 6:30 മണിന്റെ ഇടയിൽ കഴിക്കണം എന്നല്ല പറഞ്ഞേ. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഈവനിങ് ടു നൈറ്റ് ഒരു വ്ലോഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ അല്ലേ. ഈ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല എഡിറ്റിങ്ങിന്റെ കാര്യം ഉള്ളത് കൊണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം ഹെൽപ്ഫുൾ ആണ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു.